അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശം ഉൾക്കൊള്ളുന്ന ജീവചരിത്രം അത് പുസ്തക രൂപത്തിൽ ചിന്ത പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുകയാണ്. അത് ഈ സംസ്ഥാന കമ്മിറ്റി നമ്മുടെ ആനന്ദന്റെ മരണത്തിന് ശേഷം 1-ാം ചരമ വാർഷിക ദിനത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠന ഗവേഷണ കേന്ദ്രം ആനന്ദവട്ടം ആനന്ദൻ പഠന ഗവേഷണ കേന്ദ്രം എന്ന പേരിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രം രജിസ്ട്രേഷൻ നടത്തുകയും ആ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിനകം 2-3 വലിയ പരിപാടികൾ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലുമൊക്കെ നടക്കുകയുണ്ട്. പ്രശ്നങ്ങൾ പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് വെച്ച് ഈ വരുന്ന 27-ാം തീയതിയാണ് 27 ഒരു ദേശീയ സെമിനാർ CHUവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ദേശീയ തലത്തിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള നിരവധി പേർ പങ്കെടുക്കുന്ന വലിയ ഒരു സെമിനാറാണ്, ഒരു ദേശീയ സെമിനാറാണ് സംഘടിപ്പിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ നാമം എക്കാലവും നിലനിർത്തുന്നതിനും അദ്ദേഹത്തിന്റെ ജീവിതവും അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് താഴെത്തട്ടിലുള്ള സഖാക്കൾക്ക് അവർക്ക് അറിവ് പകരത്തക്ക നിലയിൽ ഉള്ള ഒരു പഠന ഗവേഷണ കേന്ദ്രം ഇവിടെ തിരുവനന്തപുരത്ത് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും അതിന് കെട്ടിടവും സ്ഥലവും ആയിട്ടില്ല. ആ കെട്ടിടവും സ്ഥലം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണവും ഉടൻ തന്നെ നടക്കും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന് ഉചിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നാമം നിലനിർത്തത്തക്ക നിലയിലുള്ള ഒരു സംരംഭം ആരംഭിക്കണം എന്നുള്ള നിലയിൽ പൊതുവിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ വർഷം നമുക്ക് രൂപം കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഇവിടെ നേരത്തെ നമ്മുടെ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വരെയുള്ള ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും പാർട്ടി പ്രവർത്തനത്തിന്റെയും കൂടി ചരിത്രമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പാർട്ടി വിട്ട് ഒരു ദിവസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം 87 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അവസാന സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്ന നിമിഷങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ എല്ലാം തൊഴിലാളികളുടെയും അതുപോലെ തന്നെ തൊഴിൽ പ്രശ്നങ്ങളും അതുപോലെ ഇന്ന് നമുക്ക് ഏറ്റെടുക്കേണ്ടുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുമൊക്കെ തന്നെ വളരെ നല്ല നിലയിൽ വരുന്ന നേതാക്കന്മാരോട് ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന, തൻ്റെ സുഖദുഃഖങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ തൻ്റെ രോഗാതുരതയിലുള്ള ആകുലതകളോ വിഷമങ്ങളോ വേദനയോ പങ്കുവയ്ക്കുകയല്ല അദ്ദേഹം ചെയ്തിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം, ഒരിക്കൽ പോലും ചെല്ലുന്നവർക്ക്
വേദന ഉണ്ടാക്കുന്ന നിലയിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന നിലയിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ സംസാരമോ അദ്ദേഹത്തിന്റെ ശരീരഭാഷയോ അദ്ദേഹത്തിന്റെ മുഖഭാവമോ മായുന്നില്ല എന്നുള്ളതാണ്. വളരെ ഒരു പുഞ്ചിരിയോടുകൂടി സാധാരണ നമ്മള് കണ്ട് നമ്മളോട് സംസാരിക്കുന്നത് പോലെയാണ് ഇത്രയും അസഹനീയമായ വേദന ഉള്ളിലമർത്തുമ്പോഴും ചെല്ലുന്നവരോട് അദ്ദേഹം പെരുമാറിയത് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു മനുഷ്യ സ്നേഹിയുടെ ഏറ്റവും ഉദാത്തമായ ഒരു ലക്ഷണമായി ഞാൻ കാണുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന നിരവധി ഭാഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള പലപ്പോഴും പല ഘട്ടങ്ങളായി എഴുതി ചേർത്തിട്ടുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം അത് എഡിറ്റ് ചെയ്തതിന് ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും രോഗം അദ്ദേഹത്തെ അതിനു മുമ്പ് തന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് പ്രസിദ്ധീകരിക്കുന്നതിന് കഴിഞ്ഞില്ല. അത് അതിനുശേഷം ജീവനും അതുപോലെ തന്നെ സായികുമാർ തുടങ്ങിയിട്ടുള്ളവരൊക്കെ അത് ഒന്നുകൂടി നോക്കി അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിച്ച് അതിപ്പോ പൂർണ്ണമായിട്ടും ചിന്ത പബ്ലിഷേഴ്സ് അത് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരണത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നതെല്ലാം നമ്മുടെ ആലത്തലവട്ടം എന്ന കൊച്ചു ഗ്രാമവും അതോടൊപ്പം ചിറയൻകീഴ് എന്ന നമ്മുടെ ഈ പ്രദേശവും അതോടൊപ്പം തുടർന്ന് ആറ്റിങ്ങൽ മണ്ഡലം, തിരുവനന്തപുരം ജില്ല, സംസ്ഥാന തലങ്ങൾ വരെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് സംസ്ഥാനത്തുടനീളം അദ്ദേഹം നടത്തിയിട്ടുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കണ്ണൂര്, കാസർഗോഡ് മുതൽ ഇന്ന് പാറശാല വരെ അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ച് നടത്തിയിട്ടുള്ള പ്രചരണ ജാഥകൾ, തൊഴിലാളി ജാഥകൾ, അവകാശ പോരാട്ടങ്ങൾ, എണ്ണമറ്റ പോരാട്ടങ്ങൾ മറ്റ് പല കേന്ദ്രങ്ങളിലും മറ്റ് പല ജില്ലകളിലും ആ ജില്ലയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അത് കയർത്തൊഴിലാളി എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവവായു പോലെ, കയർത്തൊഴിലാളി യൂണിയൻ എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അദ്ദേഹത്തിന്റെ അവസാന ശ്വാസത്തിലും അദ്ദേഹം കയർത്തൊഴിലാളി യൂണിയനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. കയർത്തൊഴിലാളിയുടെ അവസ്ഥയെ കുറിച്ച് ഇത്രയും വാചാലതയോടുകൂടി ആരുടെ മുഖത്ത് നോക്കിയും ഏത് അധികാരിയുടെ മുഖത്തും നോക്കി അവകാശങ്ങൾ കണക്ക് പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത, ആർജവം ഉണ്ടായിരുന്ന, നട്ടലുണ്ടായിരുന്ന ഒരു തൊഴിലാളി വർഗ നേതാവ് കൂടിയായിരുന്നു ആലപ്പുഴ. ഇന്ന് നമുക്ക് അത്തരത്തിൽ വിരലിൽ രണ്ടാമെന്നുള്ള നേതാക്കന്മാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ട്രാൻസ്പോർട്ട് തൊഴിലാളികളെ സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് രംഗത്ത് അതിന്റെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അവരുടെ വിഷയങ്ങളിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ പലപ്പോഴും സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുമോ എന്ന് നമ്മളെല്ലാം സംശയിക്കുമ്പോഴും അദ്ദേഹം നമ്മളോട് ഒക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്: ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഭരണവും സമരവും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തെളിയിച്ചതും ആലത്തലവട്ടം നടത്തിയ സമര പോരാട്ടം. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ സമരം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകാമോ എന്ന ഒരു ചോദ്യം ഉദിച്ചത് ചിറയൻകീഴിൽ നിന്ന് സംഘടിപ്പിച്ചു കൊണ്ടുപോയ കയർത്തൊഴിലാളികളുടെ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരമായിരുന്നു ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലം. തുടർന്ന് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് EMS തന്നെ പാർട്ടിയുടെ നയം വ്യക്തമാക്കി ഭരണം നടത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ആണ്, അല്ലെങ്കിൽ CPM ആണ്, അല്ലെങ്കിൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതുകൊണ്ട് മാത്രം നമ്മുടെ അവകാശങ്ങൾ ചോദിക്കാതിരിക്കാൻ പാടില്ല. തൊഴിലാളിക്ക് അവരുടെ അവകാശങ്ങൾ ചോദിക്കുവാനും ആ തൊഴിലവകാശങ്ങൾ നേടിയെടുക്കാനും ഉള്ള അവകാശം ഏത് ഭരണകൂടമാണോ ആ ഭരണകൂടത്തിന് നേരെ സമരമുറകൾ നടത്തണം എന്നാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്. അതിന്റെ തുടർന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള പല സമര പോരാട്ടങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണവും സമരവും അല്ലെങ്കിൽ സർക്കാർ ഇടതുപക്ഷ മുന്നണി സർക്കാരാണെങ്കിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സർക്കാരാണെങ്കിലും കയർത്തൊഴിലാളികളുടെ വിഷയങ്ങളിൽ അതല്ലെങ്കിൽ ഇതര തൊഴിലാളി വിഭാഗങ്ങളുടെ വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ട്രേഡ് യൂണിയൻ സംഘടനാ പ്രവർത്തനത്തിൽ നാം എല്ലാം പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ആ പാഠം പകർന്നു തന്നത് സഖാവ് ആനന്ദന്റെ ഏറ്റവും വലിയൊരു സംഭാവനയായിട്ടാണ് ഇന്ന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം കാണുന്നത്. ഇന്ന് അദ്ദേഹം നടപ്പിലാക്കിയ അല്ലെങ്കിൽ നമ്മുടെ മേഖലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്തും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അത്യുന്നത നേതാവ് എന്നുള്ള നിലയിൽ നമ്മുടെ എല്ലാം ഹൃദയം കവർന്ന നമ്മുടെ എല്ലാം ജ്യേഷ്ഠനായി അല്ലെങ്കിൽ സഹോദരനായി അതല്ലെങ്കിൽ പിന്നെ രക്ഷകർത്താവായി ഒക്കെ നമ്മൾ കരുതുന്ന അദ്ദേഹം ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ പാർലമെന്ററി രംഗത്തെ എങ്ങനെ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താം എന്നുകൂടി നമുക്ക് കാട്ടിത്തന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഇന്ന് നമ്മൾ പറയുന്ന പല പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളും ഈ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചത് ഇപ്പോ നമ്മള് അഴൂർ കടവ് പാലം, അതുപോലെ തന്നെ പെരുമാതുറ താഴമ്പള്ളി പാലം, അതുപോലെ ഈ നമ്മുടെ ഈ വക്കം പടയിൽ കടവ് പാലം, ഇപ്പോ നമ്മൾ പ്രവർത്തനം തറക്കല്ലിട്ട കായിക്കര കടവ് പാലം, ആ കായിക്കര കടവ് പാലം എന്നുള്ള ആശയം സഖാവാണ് ആദ്യം ആവശ്യമുണ്ട്. അത് ഇപ്പൊ നമുക്ക് അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശിലാസ്ഥാപനം നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെറയൻകീഴ് ഇന്ന് നമ്മള് ഏതാനും ദിവസങ്ങൾ കൊണ്ട് പണി പൂർത്തീകരിക്കാൻ കഴിയുന്ന മേൽപ്പാലത്തിന് VS-ന്റെ നേതൃത്വത്തിലുള്ള 2006 ഗവൺമെന്റ് 2006 മുതൽ 2011 വരെ അധികാരത്തിലുണ്ടായിരുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റ് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോഴാണ് 5 കോടി രൂപ ഒരു ടോക്കൺ പ്രൊവിഷൻ വെച്ചുകൊണ്ട് സ്ഥലം ഏറ്റെടുക്കുന്നതിനും ഈ മേൽപ്പാല നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അനുമതി നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നു. തുടർന്ന് റെയിൽവേ സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മേൽപ്പാലം അനുവദിക്കുകയും പിന്നെ കിഫ്ബി 32 കോടി രൂപ അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി 32 കോടി രൂപയുടെ പദ്ധതി ഏറ്റെടുക്കുകയുമാണ് ഉണ്ടായത്. അതിന്റെ സ്ഥലമെടുപ്പ് പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ അതിനുശേഷം 3ാമത് തവണയും അദ്ദേഹം MLA ആയിരിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാം നേതൃത്വം വഹിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ വരെ അല്ലെങ്കിൽ അദ്ദേഹം കിടക്കയിൽ കിടക്കുമ്പോഴും എന്തായി എന്ന് നമ്മളെല്ലാം ചെല്ലുമ്പോൾ അദ്ദേഹം എപ്പോഴും ചോദിക്കുമായിരുന്നു. അതുപോലെ നമ്മുടെ ബൈപ്പാസ്, നമ്മുടെ ചിറയൻകീഴ് മഞ്ചാടിമൂട് ബൈപ്പാസ്, അങ്ങനെ ഒരു ബൈപ്പാസ് ഉണ്ടാകുമോ എന്ന് നമുക്ക് തന്നെ നമ്മളിങ്ങനെ ഒരു അഭിപ്രായം പൊതുവിൽ ഉയർന്നു വരുമ്പോൾ അതൊരു ബൈപ്പാസായി അങ്ങനെ പെട്ടെന്ന് മാറാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പറഞ്ഞ മേൽപ്പാലത്തിനോടൊപ്പം തന്നെ അതേ ബഡ്ജറ്റിലാണ് 5 കോടി രൂപ ഈ മഞ്ചാടിമൂട് ശാഖര ബൈപ്പാസിനും നീക്കിവെക്കുന്നത്. അങ്ങനെ അതുപോലെ ആറ്റിങ്ങൽ നടത്തിയിട്ടുള്ള ആറ്റിങ്ങൽ മണ്ഡലം എന്നുള്ള നിലയിൽ അന്ന് ആറ്റിങ്ങൽ മണ്ഡലമാണ്, പിന്നീടാണ് ചിറയൻകീഴ് മണ്ഡലമായിട്ട് രൂപാന്തരപ്പെടുന്നത്. ആറ്റിങ്ങൽ മണ്ഡലം എന്നുള്ള നിലയിൽ ആറ്റിങ്ങൽ നടത്തിയിട്ടുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിലും അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആകെ പ്രയോജനകരമായിട്ടുള്ള ശുദ്ധജല വിതരണ പദ്ധതി, ആ ശുദ്ധജല വിതരണ പദ്ധതിയുടെ കാര്യത്തിലായിരുന്നാൽ അദ്ദേഹം MLA ആയിരിക്കുന്ന സന്ദർഭത്തിലില്ല, അദ്ദേഹം കുറഞ്ഞത്
3 മാസത്തിലൊരിക്കൽ എങ്കിലും എല്ലാ ജനപ്രതിനിധികളുടെയും യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ഓരോ പ്രദേശത്തിന്റെയും വികസന പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ LDFന്റെ നേതാക്കന്മാർക്കും ഒക്കെ പറയുന്നതിനും ഉദ്യോഗസ്ഥന്മാരെ ഒരുമിച്ചിരുത്തി ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ആ ഒരു പ്രവർത്തനം വഴി നമ്മുടെ നാട്ടിൽ ഈ മുടങ്ങിപ്പോകുന്ന പല പ്രവർത്തനങ്ങളെയും ആ പ്രവർത്തനങ്ങളുടെ കുറവെന്താണ്, അതിന്റെ വേഗത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനും അതിനുടൻ പരിഹാരം കാണുന്നതിനും ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തി അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുവാനും ഒക്കെ അന്ന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ അദ്ദേഹം കയർഫെഡ് ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം കയർ മേഖലയെ സംബന്ധിച്ചും കയർഫെഡിനെ സംബന്ധിച്ചും സുവർണ കാലഘട്ടമായിട്ടാണ് ഇന്നും. തൊഴിലാളികൾ മാത്രമല്ല, ബന്ധപ്പെട്ട മേഖലയിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും അതുപോലെ തന്നെ അധികാരികളായിരുന്നാലും സർക്കാരായിരുന്നാലും കാണുന്ന ഒരു കാലഘട്ടം, കയറിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് സഖാവ് നേതൃത്വം നൽകിയ ഒരു കാലഘട്ടം. പ്രത്യേകിച്ചും കയർഫെഡിന്റെ ചെയർമാനായി, കയർ ബോർഡിന്റെ വൈസ് ചെയർമാനായി ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടം. കയർഫെഡിലെ തൊഴിലാളികൾ ഇപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ ജീവനക്കാർ പറയും ആ ദിനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആ ദിവസങ്ങളെ കുറിച്ച്. അപ്പൊ അങ്ങനെ താൻ ഏറ്റെടുത്ത മേഖലകളിലെല്ലാം അത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇറങ്ങി പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് 1979 മുതൽ 5 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നമുക്കാർക്കും പിന്നെ അന്നത്തെ പഞ്ചായത്തിന്റെ വരുമാനം എത്രയാണ് എന്നുള്ളത് നമുക്കറിയാം. അന്നത്തെ പഞ്ചായത്ത് മെമ്പർമാരുടെ ഓണറേറിയം വളരെ തുച്ഛമായിട്ടുള്ള 75 രൂപ 180 രൂപ നിരക്കിലുള്ള ഓണറേറിയം. ആ ഒരു കാലഘട്ടത്തില് അന്ന് നടപ്പിലാക്കിയ 11 പരിപാടി 1980 ഗവൺമെന്റ് BJ തങ്കപ്പൻ പഞ്ചായത്ത് മന്ത്രിയായിരിക്കുമ്പോഴാണ് 11 പരിപാടി നടപ്പിലാക്കുന്നത്. ആ 11 പരിപാടിയിലാണ് നമ്മുടെ ചിറയിൻകീഴ് ആദ്യമായിട്ട് ഈ കമ്മ്യൂണിറ്റി ഹാള് നിർമ്മിച്ചത്. ആ കമ്മ്യൂണിറ്റി ഹാള് നിർമ്മിച്ചെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭരണ കാലാവധി പൂർത്തിയാക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അന്ന് സ്ഥലത്തെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. തൊട്ട് ചേർന്നുള്ള രജിസ്ട്രേഷൻ വകുപ്പ് ഇതിന്റെ സ്ഥലം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇപ്പോ ഉണ്ടായിരുന്ന നിലയിൽ ആ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അന്ന് രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് AR ഗവിരിയമ്മയായിരുന്നു. ഗവിരിയമ്മയുമായിട്ടുള്ള ആ ഒരു വലിയ വ്യക്തിപരമായിട്ടുള്ള അടുപ്പവും ബന്ധവും പാർട്ടി എന്നുള്ള നിലയിൽ കുട്ടിക്കാലം മുതൽ ആനന്ദൻ ഗൗരിയമ്മയുമായിട്ടും ഗൗരിയമ്മയുമായിട്ടുള്ള ഒരു അടുപ്പം, ഗൗരിയമ്മയെ പിന്നുള്ള ഒരു സ്വാതന്ത്ര്യം കൊണ്ട് അവർ അത്തരത്തിൽ ഈ രജിസ്ട്രേഷൻ വകുപ്പിന്റെ കുറച്ച് സ്ഥലം യഥാർത്ഥത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ കൈയേറുകയാണ് ചെയ്തത്. പിന്നീട് അത് ഇപ്പോ നമ്മുടെ പഞ്ചായത്തിന്റെ കൈവശമായി. അത് പഴയൊരു ചരിത്രം. അതുപോലെ പഠനശാലയില് ഇപ്പൊ നമ്മള് അത് കാലാവധി കഴിഞ്ഞ് അത് തകർന്നു അല്ലെങ്കിൽ നമ്മൾ പൊളിച്ചു മാറ്റി. പക്ഷെ ആ കെട്ടിടം അന്നത്തെ കാലത്ത് അത്തരത്തിലൊരു വലിയൊരു കെട്ടിടം ഒരു പഞ്ചായത്ത് പ്രദേശത്ത് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ അത് RDBയിൽ നിന്ന് ലോൺ കണ്ടെത്തി ഇതൊന്നും തന്നെ പഞ്ചായത്തിന്റെ തനത് വരുമാനത്തിൽ നിന്നല്ലാതെ മറ്റ് പല മാർഗങ്ങളിലൂടെയാണ് ആ വികസന പ്രവർത്തനം നടത്തിയത്. അതുപോലെ ആനത്തലവട്ടം എന്ന് പറയുന്ന അന്ന് കേവലം ഒരു തുരുത്തായിട്ട്, ഒരു ദ്വീപായിട്ട്. ആനത്തലവട്ടത്തെ കടയ്ക്കാവലുമായിട്ട് ബന്ധിപ്പിക്കണമെങ്കിൽ 2 പാലങ്ങൾ, മീനാങ്കുഴി പാലവും തൊട്ടപ്പുറത്ത് മറ്റേ കലാഭൂഷണി അവിടെ ഒരു പാലമില്ല. ഈ 2 പാലവും നിർമ്മിക്കുന്നത് സഖാവ് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്നത്. അങ്ങനെയാണ് ആനത്തലവട്ടം പ്രദേശത്ത് നിന്ന് നമുക്ക് കടത്ത് കഴിയാതെ കടയ്ക്കാവിലേക്കും, നമുക്ക് ആനത്തലവട്ടത്ത് നിന്ന് പോകാൻ എളുപ്പം കടയ്ക്കാവിലാണ്. പഠിക്കാൻ കൂടുതൽ കുട്ടികളൊന്ന് പോകുന്നത് പോലെ ഇന്ന് സ്കൂളിലാണ്. അപ്പോ വള്ളം കയറാതെ ഈ പാലത്തിലൂടെ പോകാൻ കഴിയുന്ന നിലയിലേക്ക് ആ പ്രദേശത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ നമ്മുടെ നാട്ടിൽ പല പ്രധാനപ്പെട്ട സംരംഭങ്ങൾ തുടങ്ങുന്നതിനും തുടങ്ങി വയ്ക്കുന്നതിനും ഒക്കെ അദ്ദേഹം വഹിച്ച പങ്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ 5 വർഷക്കാലം അദ്ദേഹം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, തുടർന്ന് 3 പ്രാവശ്യം MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം
വളരെ ദീർഘവീക്ഷണത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതികളാണ് ഇന്ന് നമ്മുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികളായി നമ്മൾ ഉയർത്തിക്കാണിക്കുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികൾ ഇന്ന് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് കാലതാമസം ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഇപ്പോഴും നമുക്ക് പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് ഇപ്പോഴും പറയാൻ വേണ്ടി സാധിക്കും. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ നമ്മുടെ നാടിന്റെ സർവതല സ്പർശിയായ ഇവിടെ ഏതൊരു സമ്മേളനമായിരുന്നാലും ഏതൊരു ചെറിയ യോഗത്തിലായിരുന്നാലും ആരും തന്നെ നമ്മള് ചിറയൻകീഴില് ഒരു പരിപാടിക്ക് ആരും തന്നെ മഹാത്മ്യം മനസ്സിലാക്കണമെങ്കിൽ കണ്ണൂരും അതുപോലെ തന്നെ കാസർഗോഡും പിന്നെ തൃശ്ശൂരും ആലപ്പുഴയൊക്കെ നമ്മൾ പോയിട്ട് ആനത്തലവട്ടം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് എത്രത്തോളം അവർ വളരെ ഹൃദയഹാരിയായിട്ടാണ് ആ പേര് തന്നെ കേൾക്കുന്നത്. അത് എനിക്ക് അനുഭവമുണ്ടെന്ന് ഞാൻ പറയുക. അപ്പൊ അവിടെ ഒരു യോഗത്തിന് ആനത്തലവട്ടം പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, വേറെ പബ്ലിസിറ്റി ഒന്നും വേണ്ട, ഈ പേര് മാത്രം അനൗൺസ് ചെയ്താൽ മതി. അവിടെ പണ്ട് എം വി രാഘവൻ സംസാരിക്കുമ്പോൾ ആള് കൂടുന്നത് പോലെ ജനം തടിച്ചു കൂടുവാണ്. നമ്മുടെ സഖാവ് തോമസ് ഐസക് അദ്ദേഹം ഒരു യോഗത്തിൽ തന്നെ അദ്ദേഹം നമ്മളോട് സ്വകാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ ഒരു യോഗത്തിലും സംസാരിച്ചത്. അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ ജനിച്ച് കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം ഒരു അധ്യാപകന്റെ മകനായിരുന്നു. അദ്ദേഹം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ജാഥ വരുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. സ്കൂളിന്റെ മുറ്റത്താണ്. അപ്പോ അവിടെ ഒരു ജംഗ്ഷനാണ് ഇദ്ദേഹം പഠിക്കുന്ന സ്കൂളിൽ നിന്ന്. അങ്ങനെ ഇദ്ദേഹം സ്കൂൾ ടൈം കട്ട് ചെയ്ത് ഈ ജാഥ കാണാൻ വേണ്ടി അവിടെ നിന്നു. ജാഥ നയിക്കുന്നത് സഖാവ് ആനത്തലവട്ട ആനന്ദൻ. അതുവരെ അദ്ദേഹത്തിന് സഖാവ് ആനത്തലവട്ട ആനന്ദൻ സഖാവിനെ നേരിട്ട് കണ്ടിട്ടില്ല, ഈ പേരിങ്ങനെ കേട്ടിട്ടുള്ളൂ. അങ്ങനെ അന്ന് സഖാവിന്റെ പ്രസംഗം അദ്ദേഹം ആദ്യമായിട്ട് അവിടെ നിന്ന് കേൾക്കുക. അത് അദ്ദേഹത്തെ സഖാവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ സഖാവിനോട് ഉള്ള മരണം വരെ ഒരു അചഞ്ചലമായിട്ടുള്ള ഒരു ഹൃദയബന്ധം ഉണ്ടായി എന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ മറ്റു പലരും ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ പ്രസാദ് എന്ന് പറയുന്ന ആലപ്പുഴയിലെ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം ഇപ്പൊ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അദ്ദേഹം പിന്നോക്ക കോർപ്പറേഷന്റെ ചെയർമാനാണ്. അദ്ദേഹം എന്നോട് സ്വകാര്യമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം കോളേജ് പഠിക്കുമ്പോൾ SD കോളേജിൽ അദ്ദേഹം അവിടുത്തെ മാഗസിൻ എഡിറ്ററായിരുന്നു, SFA. അപ്പോ കോളേജ് വർഷം അവസാനിക്കുന്ന സമയത്ത് നമുക്ക് മാഗസിൻ പുറത്തിറക്കില്ല എങ്കിൽ SFAക്ക് ഉറപ്പായിട്ടും ആ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും. അങ്ങനെ മാഗസിൻ പുറത്തിറക്കി കൊണ്ടുള്ള പൊതുസമ്മേളനം വെച്ചിരിക്കുക. ആ പൊതുസമ്മേളന സ്ഥലത്ത് അന്ന് വരാമൻ നേരിടുന്നത് സഖാവ് എം വി രാഘവനാണ്. ഇപ്പൊ എം വി രാഘവൻ വരും എന്നുള്ളത് നിലയിൽ ഈ വിദ്യാർത്ഥികളാകെ സമീപത്തുള്ള സ്കൂളുകളിൽ നിന്നും അതുപോലെ തന്നെ കോളേജിൽ നിന്നും എല്ലാം ഇങ്ങനെ വിദ്യാർത്ഥികൾ കൂട്ടമായിട്ട് വന്ന് 2 മണിക്കാണ് സമയം പറഞ്ഞത്. അപ്പോൾ സഖാവ് സുശീല ഗോപാലൻ സഖാവ് അവിടെ നമ്മുടെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ട്. അപ്പോ സുശീല സഖാവ് അടുത്ത് നിൽക്കുക, ഇവര് ഈ വിദ്യാർത്ഥികൾ ചെന്ന് നിൽക്കുകയാണ്, പ്രസാദ് ഉൾപ്പെടെ. പ്രസാദാണ് അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി, അറിയപ്പെടുന്ന നേതാവാണ്. അപ്പോ എം വി രാഘവൻ വരുമ്പോ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോ സുശീല സഖാവ് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങള് അദ്ദേഹം എത്തില്ല, എത്തിച്ചേരാൻ പറ്റില്ല, അദ്ദേഹത്തിന് മറ്റേ അത്യാവശ്യങ്ങളാണ്. അപ്പോ ഇവരാകെ അന്തർമുട്ടി, ഇവരാകെ എന്ത് ചെയ്യും, ഒരു വല്ലാത്ത നിരാശ ഇവരെ ബാധിച്ചു. അവര് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഒരാളിവിടെ ഉണ്ട്, ഞാൻ ആളെ തന്നാൽ മതിയൊന്നും ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, ആരാണ് അത് ആനന്ദവട്ടം ആനന്ദൻ സഖാവാണ്, ഇവിടെ ആലപ്പുഴയിലുണ്ട്, ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിടാം. ഇവര് എം വി രാഘവൻ വരുമെന്നുള്ള നിലയിൽ വലിയ പ്രതീക്ഷയിൽ കാത്തിരുന്ന അവസാനം നിരാശരായി. ആനന്ദണ്ണൻ യോഗ സ്ഥലത്തെത്തി. ആനന്ദണ്ണൻ ഏതാണ്ട് 1.25 മണിക്കൂർ ഒരൊറ്റ വിദ്യാർത്ഥികൾ പോലും പുറകോട്ട് പോകാതെ അവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു.
എന്നാണ് സഖാവ് പ്രസാദ് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് അപ്പോ അന്ന് ആണ് ആദ്യമായിട്ട് ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു പ്രസംഗം കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രസംഗ വേദികളിൽ, അതുപോലെ തന്നെ മാധ്യമ ചർച്ചകളിൽ, അതുപോലെ നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കേണ്ടുന്ന വേദികളിലെല്ലാം യാതൊരു അറപ്പും ഇല്ലാതെ, അല്ലെങ്കിൽ മറ്റ് യാതൊരു വിധമായ തടസ്സങ്ങളും ഇല്ലാതെ തുറന്ന് സംസാരിക്കുന്ന ഏറ്റവും ഉജ്ജ്വലനായ ഒരു വാഗ്മി കൂടിയായിരുന്നു സഖാവ് ആനത്തലവട്ടം. അദ്ദേഹത്തിന്റെ മാധ്യമ ചർച്ചകൾ, ഇന്ന് നമ്മൾ പല മാധ്യമ ചർച്ചകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആനന്ദണ്ണന്റെ ചർച്ച, ആനന്ദണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. അങ്ങനെ എല്ലാവരാലും ആദരിക്കപ്പെടുക അല്ലേ. ഈ ഏഷ്യാനെറ്റ് തന്നെ ഒരിക്കൽ ഈ മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ ഒരു പ്രത്യേക ഇത് വിളിച്ചിരുന്നു, ഒരു ഓണക്കാലം. അന്ന് അവർ ഏറ്റവും കൂടുതൽ അവരെല്ലാം എടുത്തു പറഞ്ഞത് ആനന്ദണ്ണന്റെ പ്രസന്റേഷനെ കുറിച്ചായിരുന്നു. അന്ന് 10-25 വർഷത്തെ ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ഏഷ്യാനെറ്റ് പോലും, ഏഷ്യാനെറ്റ് ആയിരുന്നാലും എല്ലാ ചാനലും, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എല്ലാ രംഗങ്ങളിലും അദ്ദേഹം ഏതെല്ലാം രംഗങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചോ ആ മേഖലകളിലെല്ലാം തിളങ്ങി നിൽക്കുന്ന ഏറ്റവും നമ്മുടെ നാടിന് അഭിമാനമായിരുന്ന, നമുക്കെല്ലാം അഭിമാനമായിരുന്ന നമ്മുടെ ഒരു ജ്യേഷ്ഠനായ ഒരു രക്ഷകർത്താവായി നേരത്തെ പ്രദീപ് പറഞ്ഞതുപോലെ ആരെയും ഒഴിവാക്കപ്പെടരുത്, അല്ലെങ്കിൽ ആരെയും ഈ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടരുത് എന്ന് ചിന്തിച്ചിരുന്ന, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകണം എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് എല്ലാവരെയും ഒരു താങ്ങി നിർത്തുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു സഖാവ്. സഖാവിന്റെ 2ാം ചരമ വാർഷികമാണ് നമ്മളിപ്പോ ആചരിക്കുന്നത്. ആ 2ാം വാർഷികം ആചരിക്കുമ്പോൾ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ അവിടെ ഞാൻ ഇത്രയും സംസാരിക്കണമെന്ന് വിചാരിച്ചല്ല, സഖാവ് ആ ഡാമോ വരാൻ ഇത്രയും വൈകിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ സഖാവിടെ പറയും. നമ്മൾ ആൽത്തറമൂട് ജംഗ്ഷനിൽ വെച്ചാണ് നമ്മുടെ യോഗം നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുളിമുട്ട് കടവിലാണ്. അപ്പോൾ പുളിമുട്ട് കടവില് നമ്മൾ ഫുട്പാത്തിന് കഴിഞ്ഞിട്ട് അത്രയും ദൂരം പിന്നെ നമ്മൾ പോകേണ്ട ഇതില്ല, നമുക്ക് അവിടെ ആൽത്തറമൂട് ജംഗ്ഷനിൽ തന്നെ നടത്താമെന്നുള്ളതാണ് പൊതുവിൽ നമ്മൾ ആലോചിച്ച് എടുത്തിട്ടുള്ള തീരുമാനം. അപ്പോൾ ഈ പരിപാടി വൻപിച്ച വിജയമാക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.